ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിർഗമ ചാനലിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2025 ഏപ്രിൽ 14 മേടരവി സംക്രമമാണ്. അതായത് സൂര്യൻ മേടം രാശിയിലേക്ക്, അതായത് സൂര്യൻ്റെ ഉച്ചരാശിയിലേക്ക് രാശി മാറുന്നു. അപ്പോൾ സൂര്യൻ ഉച്ചരാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ ഗുണാനുഭവങ്ങൾ ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ 2025 ഏപ്രിൽ 14 പുലർച്ചെയാണ് ഈ മേട രവി സംക്രമം, അതായത് സൂര്യൻ മേടം രാശിയിലേക്ക് രാശി മാറുന്നത്. ഇപ്പം മേടൻ രാശി എന്ന് പറയുന്നത് സൂര്യനെ സംബന്ധിച്ചിടത്തോളം സൂര്യൻ്റെ ഉച്ചരാശിയാണ്. മേടൻ രാശി നമുക്കറിയാം ചൊവ്വയുടെ രാശിയാണ്. ആ ചൊവ്വ ആണെങ്കിൽ ഇപ്പോൾ നീച രാശിയിൽ നിൽക്കുന്ന സമയമാണ്. അപ്പം മേടൻ രാശിയുടെ അധിപനായിട്ടുള്ള ചൊവ്വയ്ക്ക് അല്പം ബലക്കുറവുള്ള സമയമാണ്. ആ സമയത്ത് ആ മേടൻ രാശിയിൽ ഉച്ചസ്ഥനായിട്ട് സൂര്യൻ വരിക എന്ന് പറയുമ്പോൾ ചൊവ്വയുടെ നീചസ്ഥിതി കൊണ്ടുണ്ടാകാവുന്ന ദോഷം ഒരു പരിധിവരെ പരിഹരിക്കുന്നതിന് ആ സൂര്യൻ്റെ ഉച്ചരാശിയിലെ സ്ഥിതി കൊണ്ട് കഴിയും എന്ന് തന്നെ പറയാം. ഇപ്പം സൂര്യൻ മേടൻ രാശിയിൽ പ്രവേശിക്കുന്ന ദിവസത്തെയാണ് നമ്മൾ പ്രത്യേകിച്ച് കേരളത്തിൽ ഈ വിഷു ദിനമായിട്ട് ആഘോഷിക്കുന്നത്. അതായത് വിഷു എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ കാർഷിക ഉത്സവത്തിൻ്റെ ഒരു ആഘോഷമായിട്ടാണ് നമ്മൾ വിഷു കൊണ്ടാടുന്നത്. അപ്പോൾ ഈ വിഷു ദിനത്തിൽ നമ്മൾ നല്ല പ്രവർത്തനങ്ങളൊക്കെ നടത്തി കഴിഞ്ഞാൽ അതിൻ്റെ ഫലം ഏകദേശം അടുത്ത വിഷു വരെ ഒരു വർഷത്തോളം നിലനിൽക്കും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. അപ്പം സൂര്യൻ മേടൻ രാശിയിൽ പ്രവേശിക്കുക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് അശ്വതി നക്ഷത്രത്തിലാണ് പ്രവേശിക്കുന്നത്. ഇപ്പം സൂര്യൻ അശ്വതി നക്ഷത്രത്തിൽ പ്രവേശിക്കുന്ന സമയത്താണ് ഈ സൂര്യന് ഉച്ചസ്ഥിതി വരുന്നത്. അപ്പോൾ പൊതുവെ സൂര്യന് ബലം കൂടുന്നത് ഈ അശ്വതി നക്ഷത്രത്തിൽ പ്രവേശിക്കുന്ന സമയമാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥ തന്നെ ഉണ്ട്. അതായത് ഈ സൂര്യൻ, നമുക്ക് 27 നക്ഷത്രങ്ങളുണ്ട്. അപ്പോൾ സൂര്യൻ ഇങ്ങനെ ഈ നക്ഷത്രങ്ങളിലൂടെ സഞ്ചരിച്ച് അശ്വതി നക്ഷത്രത്തിൽ എത്തിയപ്പോൾ സൂര്യന് ക്ഷീണം അനുഭവപ്പെട്ടു എന്നും ആ സമയത്ത് ദേവന്മാരുടെ ഫിസീഷ്യനായിട്ടുള്ള ഈ അശ്വിനി കുമാരന്മാർ അവിടെ എത്തി സൂര്യനെ ശുശ്രൂഷിച്ചുവെന്നും അതുവഴി സൂര്യന് ക്ഷീണം മാറുകയും സൂര്യന് ശക്തി കൂടുകയും ചെയ്തു എന്നുള്ളതാണ് ഐതിഹ്യം. അത് അങ്ങനെ ആ ശുശ്രൂഷയിൽ സംപ്രീതനായിട്ടുള്ള സൂര്യൻ അശ്വതി നക്ഷത്രത്തിൽ ഉച്ചസ്ഥനായെന്നും അങ്ങനെ അശ്വതി നക്ഷത്രത്തിൽ ജനിക്കുന്നവർക്ക് സൂര്യൻ്റെ അനുഗ്രഹം, സൂര്യൻ്റെ കടാക്ഷമൊക്കെ കൂടും എന്നുള്ള ഒരു വിശ്വാസമാണ് ഉള്ളത്. അപ്പം ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരുവൻ മറ്റൊരുവനെ സഹായിക്കേണ്ടതിൻ്റെ പ്രാധാന്യമാണ് ഇതിലൂടെ വെളിപ്പെടുത്തുന്നത്. അപ്പോൾ സൂര്യൻ മേടം രാശിയിലേക്ക്, അതിൻ്റെ ഉച്ചരാശിയിലേക്ക് രാശി മാറുന്നത് ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും എങ്ങനെ സ്വാധീനിക്കും എന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ചിങ്ങം, കന്നി, തുലാം, വൃശ്ചിക കൂറുകാർക്കും ലഗ്നക്കാർക്കും ഈ മേട രവി സംക്രമം എന്ത് ഗുണാനുഭവം ഉണ്ടാക്കും എന്നുള്ളതാണ് ചർച്ച ചെയ്യുന്നത്. ആദ്യമായിട്ട് നമുക്ക് ചിങ്ങക്കൂറുകാർക്കും ചിങ്ങ ലഗ്നക്കാർക്കും മേടരവി സംക്രമത്തിൻ്റെ ഇമ്പാക്റ്റ് എങ്ങനെയൊക്കെ ആകും എന്ന് നോക്കാം. ചിങ്ങക്കൂറുകാരെന്ന് പറയുമ്പോൾ നമുക്കറിയാം മകം, പൂരം, ഉത്തര നക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിൽ പെടുന്നവരാണ്. അപ്പോൾ ഈ ചിങ്ങക്കൂറുകാർക്കും ചിങ്ങലഗ്നക്കാർക്കും സൂര്യൻ എന്ന് പറയുന്നത് ജന്മരാശ്യാധിപനും ലഗ്നരാശ്യാധിപനുമാണ്. അപ്പോൾ ലഗ്നരാശ്യാധിപനായിട്ടുള്ള സൂര്യൻ ചിങ്ങക്കൂറുകാർക്ക് യഥാർത്ഥത്തിൽ അവരുടെ ഭാഗ്യസ്ഥാനത്തേക്കാണ് സൂര്യൻ രാശി മാറുന്നത്. ഉച്ചരാശിയിലേക്കാണ് രാശി മാറുന്നത് ഏപ്രിൽ 14. അപ്പോൾ ഉച്ചരാശിയിൽ വരുന്ന സൂര്യൻ ഏപ്രിൽ 14 മുതൽ മെയ് 14 വരെ ആ ഭാഗ്യസ്ഥാനത്ത് ബലവാനായിട്ട് നിൽക്കുന്ന സമയമാണ്. നമുക്കറിയാം 9ാം ഭാവത്തിലേക്കാണ് സൂര്യൻ വരുന്നത്. 9ാം ഭാവം എന്ന് പറയുന്നത് ഭാഗ്യസ്ഥാനമാണ്, പിതൃസ്ഥാനമാണ്, ഉന്നത പഠനങ്ങളുടെയൊക്കെ സ്ഥാനമാണ്, ഗുരുത്വത്തിൻ്റെ സ്ഥാനമാണ്, മതവിശ്വാസത്തിൻ്റെ സ്ഥാനമാണ്, ദൂരയാത്രകളുടെ, വിദേശയാത്രകളുടെയൊക്കെ ഒരു സ്ഥാനമായിട്ട് നമുക്ക് ഈ 9ാം ഭാവ രാശിയെ കാണാം. അപ്പോൾ ഈ 9ലേക്ക് സൂര്യൻ വരിക എന്ന് പറയുമ്പോൾ, അതും 9ൽ സൂര്യൻ വളരെ ബലവാനായിട്ട് നിൽക്കുകയും കൂടെ ചെയ്യുമ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ള ഭാഗ്യാനുഭവം ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വ്യക്തിത്വമൊക്കെ വളരെ ആകർഷകമാകുന്ന സമയമായിരിക്കും. സമൂഹത്തിലൊക്കെ മാന്യത കൂടുന്ന
സംഭവവാസങ്ങൾ ഇവരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകും. സൂര്യൻ്റെ സ്ഥിതി എന്ന് പറയുന്നത് ഒരു രാജയോഗ സമാനമായിട്ടുള്ള അവസ്ഥയാണ്. അത് വലിയ വലിയ നേട്ടങ്ങൾ ഈ ചിങ്ങക്കൂറുകാർക്കും ചിങ്ങലഗ്നക്കാർക്കും ഈ ഏപ്രിൽ 14 മെയ് 14 സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ധർമ്മചിന്തയുടെയും അതുപോലെ ധർമ്മമാർഗത്തിൻ്റെയൊക്കെ ഒരു സമയമായിരിക്കും. നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സമയമായിട്ട് നമുക്ക് ഈ ഏപ്രിൽ 14 മെയ് 14 സമയത്ത് കാണാം. സർക്കാരിൽ നിന്നൊക്കെ വലിയ നേട്ടങ്ങൾ ഈ തൊഴിലിൽ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ തൊഴിലിലൊക്കെ ഉയർച്ച ഉണ്ടാകുന്ന സമയമാണ്. പിതാവിൻ്റെയോ ഗുരുക്കന്മാരുടെയൊക്കെ കടാക്ഷം, അവരുടെയൊക്കെ ഗൈഡൻസ്, അവരുടെയൊക്കെ മാർഗനിർദ്ദേശങ്ങൾ ഈ സമയത്ത് നമുക്ക് വളരെ ഗുണം ചെയ്യും. ഉന്നത വിദ്യാഭ്യാസമൊക്കെ നടത്തുന്നവർക്ക്, ഗവേഷകർക്കൊക്കെ തന്നെ ഈ സൂര്യൻ്റെ ആ ഭാഗ്യ രാശിയിലെ സ്ഥിതി വളരെ ഗുണം ചെയ്യും. വലിയ വലിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാകാവുന്ന ഒരു സമയമായിട്ട് കാണുക. വിദേശത്തൊക്കെ ഉന്നത പഠനമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക്, വിദേശത്തൊക്കെ ഗവേഷണമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുകൂല സമയമാണ്. പ്രത്യേകിച്ച് ഈ സൂര്യൻ എന്ന് പറയുന്നത് ഈ ചിങ്ങക്കൂറുകാർക്കും ലഗ്നക്കാർക്കും അവരുടെ തൊഴിൽ, അവരുടെ പഠനം, അവരുടെ മതവിശ്വാസവുമായി ബന്ധപ്പെട്ട ചിലപ്പോൾ ദൂരയാത്രകളെല്ലാം ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം. ഇപ്പോൾ താൽക്കാലികമായിട്ട് തൊഴിൽ ചെയ്യുന്നവർക്ക് ചിലപ്പോൾ അവരുടെ തൊഴിലിൽ ഒരു സ്ഥിരത ഈ സമയത്ത് ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട്. സർക്കാരിൽ നിന്നൊക്കെ ആനുകൂല്യങ്ങൾ, ഭാഗ്യാനുഭവങ്ങളൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ്. ഫിനാൻഷ്യൽ തലത്തിലൊക്കെ തന്നെ ഒരു ഭാഗ്യ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാവുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട്. അപ്പോൾ ആ സൂര്യൻ 3-ലൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ പൊതുവെ നമുക്ക് 3-ാം ഭാവം എന്ന് പറയുന്നത് സൂര്യൻ്റെ നീചരാശിയാണ്. എങ്കിലും 3-ാം ഭാവ രാശ്യാധിപൻ എന്ന് പറയുന്നത് ഉച്ചസ്ഥനായിട്ട് നിൽക്കുന്ന സമയവും കൂടിയാണ്. അപ്പോൾ നമുക്ക് കമ്മ്യൂണിക്കേഷനൊക്കെ കുറച്ച് ഇമ്പ്രസീവ് ആകാൻ സാധ്യതയുണ്ട്. തൊഴിലിലൊക്കെ ഉന്മേഷം, ഊർജ്ജസ്വലതയൊക്കെ കൂടും. നമുക്ക് ഈ ടോപ്പ് മാനേജ്മെൻറ്റ് ഫീൽഡ്, ഈ ജുഡീഷ്യറി, അതുപോലെ ടീച്ചിങ് മേഖല, കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക്, മീഡിയ, TV, അതുപോലെ ഫിലിം റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർ, അവർക്കൊക്കെ തന്നെ ഭാഗ്യനേട്ടങ്ങൾ ഉണ്ടാകാവുന്ന സമയമായിരിക്കും ഈ സൂര്യൻ്റെ ഭാഗ്യസ്ഥാനത്ത് ഉച്ചസ്ഥിതി കൊണ്ട് ഈ കൂറുകാർക്കും ലഗ്നക്കാർക്കും വരാവുന്നത്. അതുപോലെ സഹോദരങ്ങളാൽ ഗുണാനുഭവം ഉണ്ടാകും. ദൂരയാത്രകൾക്ക് സാധ്യതയുണ്ട്. ആരോഗ്യസ്ഥിതിയൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്ന സമയമായിരിക്കും. ആത്മീയ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ യാത്രകളുണ്ടാകും. ഈ കൂറുകാർക്ക് സൂര്യൻ്റെ ഉച്ചസ്ഥിതി ഭാഗ്യസ്ഥാനത്ത് വരുന്നതുകൊണ്ട് മറ്റുള്ളവരുടെ ഒരു ആകർഷക കേന്ദ്രമാകുന്ന ഒരു വ്യക്തിത്വത്തിലേക്ക് ഈ കൂറുകാർ എത്താൻ സാധ്യതയുണ്ട് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക. പൊതുവെ ഒരു അനുകൂലമായിട്ടുള്ള ഒരു രാശിമാറ്റമായിരിക്കും ലഗ്ന രാശ്യാധിപനായിട്ടുള്ള സൂര്യൻ ഭാഗ്യസ്ഥാനത്ത് വരുന്നത്. എന്തെങ്കിലും ഭാഗ്യാനുഭവങ്ങൾ അവർക്ക് ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി കന്യക്കൂറുകാർക്കും കന്യലഗ്നക്കാർക്കും ഈ മേട രവി സംക്രമം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാകും നോക്കാം. കന്യക്കൂറുകാരും കന്യലഗ്നക്കാരും എന്ന് പറയുമ്പോൾ ഉത്തര നക്ഷത്രത്തിൻ്റെ അവസാനം 3 പാദത്തിൽ പെടുന്നവർ, അത്തം അതുപോലെ ചിത്ര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദത്തിൽ പെടുന്നവരാണ്. അപ്പോൾ ഈ കന്യക്കൂറുകാർക്കും കന്യലഗ്നക്കാർക്കും സൂര്യൻ എന്ന് പറയുന്നത് അവരുടെ 12-ാം ഭാവാധിപനാണ്. ആ 12-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ അവരുടെ അഷ്ടമ ഭാവ രാശിയിലേക്കാണ് ഏപ്രിൽ 14-ന് രാശി മാറുന്നത്. ഈ അഷ്ടമ ഭാവം എന്ന് പറയുന്നത് സൂര്യൻ്റെ ഉച്ചരാശിയും കൂടിയാണ് എന്നും കൂടെ മനസ്സിലാക്കാം. അപ്പോൾ ഏപ്രിൽ 14-ന് സൂര്യൻ അഷ്ടമ ഭാവ രാശിയിലേക്ക് പ്രവേശിക്കുകയും മെയ് 14 വരെ ആ അഷ്ടമ രാശിയിൽ ഉച്ചസ്ഥിതനായിട്ട് ആ സൂര്യൻ ആ 8-ൽ ഉണ്ടാകുകയും ചെയ്യും. അപ്പം പൊതുവെ നമുക്ക് 12-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ അഷ്ടമത്തിലേക്ക് വരിക എന്ന് പറയുമ്പോൾ, അതും ഉച്ചസ്ഥിതനായിട്ട് വരിക എന്ന് പറയുമ്പോൾ അത് ഒരു രാജയോഗമാണ്. വിപരീത രാജയോഗം എന്ന ഒരവസ്ഥ ഈ കൂറുകാർക്ക് ഉണ്ടാകും എന്ന് പറയുമ്പോൾ നമുക്ക് ഈ വിദേശകാര്യവുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെല്ലാം വളരെ അനുകൂലമാകുന്ന സമയമായിരിക്കും. ഇപ്പം നമുക്ക് വിസ സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രയാസങ്ങൾ, വിദേശത്ത് പോകുന്നതിന് എന്തെങ്കിലും തടസ്സങ്ങൾ, അല്ലെങ്കിൽ ഡോക്യുമെൻറ്റിൽ എന്തെങ്കിലുമൊക്കെ എററുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവ കറക്റ്റ് ചെയ്യുന്നതിനും വിദേശത്ത് പോകുന്നതിനും അനുകൂലമായിട്ടുള്ളൊരു അന്തരീക്ഷം ഉണ്ടാകുന്നതിനുമൊക്കെ ഈ 12-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ അഷ്ടമത്തിൽ ഉച്ചസ്ഥിതനായിട്ട് വരിക വഴി ഉണ്ടാകും എന്ന് തന്നെ പറയാം. വിദേശ വ്യാപാരത്തിലും നേട്ടങ്ങൾ ഉണ്ടാകും. വിദേശത്ത് ഗവേഷണം ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുകൂല സമയമാണ്. ഇപ്പോൾ വിദേശത്ത് അവരുടെ ഉന്നത സ്ഥാപനങ്ങളിലൊക്കെ ഗവേഷണം നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയമായിട്ട് എടുക്കാം. പൊതുവെ
ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉള്ളവർക്ക്, അതുമുഖാന്തരം എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉള്ളവർക്ക് തീർച്ചയായിട്ടും ഒരു ആശ്വാസത്തിൻ്റെ സമയവും കൂടി ആയിരിക്കും ഈ 12ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ 8ലേക്ക് രാശിമാർഗ വഴി ഉണ്ടാകുന്നത്. അതേസമയം തൊഴിലിടത്ത് ഇപ്പം നമ്മൾ തൊഴിൽ ഒരു ടെൻഷൻ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ഉണ്ടെങ്കിൽ അത് കുറയുന്നതിനും ഈ 12ാം ഭാവാധിപൻ അഷ്ടമത്തിൽ വരിക വഴി സാധിക്കും എന്നുകൂടെ മനസ്സിലാക്കുക. കർമ്മ ഭാവാധിപനാണ് ബുധൻ. ആ ബുധനാണെങ്കിൽ ഇപ്പോൾ നേർസഞ്ചാരത്തിൽ ഉള്ള സമയവും കൂടെയാണ്. അപ്പോൾ ഈ ഉയർന്ന ഉദ്യോഗസ്ഥർ ഇപ്പോൾ പ്രത്യേകിച്ച് ഈ സൂര്യൻ 8ലാണ് നിൽക്കുന്നത്. അപ്പോൾ ഉച്ചസ്ഥിതനാണെങ്കിലും അഷ്ടമത്തിലായതുകൊണ്ട് ഉയർന്ന ഉദ്യോഗസ്ഥർ, മേലുദ്യോഗസ്ഥർ, അവർ പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ ഒരു ശ്രദ്ധ ആവശ്യമായിട്ടുള്ള സമയമാണ്. അതെന്തെങ്കിലുമൊക്കെ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ അത് ചിലപ്പോൾ വിവാദങ്ങളിലേക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളിലേക്കോ പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് ഒരു കെയർഫുള്ളായിട്ടുള്ള ഒരു തീരുമാനം അവരുടെ ഭാഗത്തുനിന്ന് ഈ സമയത്ത് ഉണ്ടാകണം. അതുപോലെ തൊഴിലിൽ ഡൊമസ്റ്റിക്കായിട്ട് ജോലിയൊക്കെ ചെയ്യുന്നവർക്ക് ഒരു സുഖക്കുറവൊക്കെ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഡൊമസ്റ്റിക് ബിസിനസ് നടത്തുന്നവർക്ക് ഈ അഷ്ടമഭാവം എന്ന് പറയുന്നത് അത്രത്തോളം ഒരു ഗുണമല്ല. അപ്പം ചിലർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു പ്രത്യേകിച്ച് ഉച്ചസ്ഥിതനായിട്ട് വരുന്നതുകൊണ്ട് അപ്രതീക്ഷിതമായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള സംഭവവാസങ്ങളും ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം. അതുപോലെ തന്നെ ജീവിത പങ്കാളിയുടെ കുടുംബവുമായിട്ട് നിലവിൽ എന്തെങ്കിലുമൊക്കെ തർക്കങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നിലവിലുണ്ടെങ്കിൽ അവയൊക്കെ നമുക്ക് ആ എതിർപ്പ്, അഭിപ്രായ വ്യത്യാസങ്ങൾ ഇവയൊക്കെ കുറയുന്നതിന് അനുകൂലമായിട്ടുള്ള ഒരു സമയമായിട്ട് കാണുന്നുണ്ട്. ധനപരമായ ട്രാൻസാക്ഷനിൽ വളരെ ശ്രദ്ധിക്കണം. പണം കടം കൊടുക്കുന്നതിന് അനുകൂല സമയമല്ല. അതുപോലെ യാത്രകളിലും നമ്മൾ ഒന്ന് കെയർ വേണം. ഇപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് അവരിലൊക്കെ അതിൽ നിന്നൊക്കെ ഒരു റിക്കവറി ഉണ്ടാകും. അതുപോലെ നമുക്ക് ഈ ഇൻഹെറിറ്റൻസ് വഴിയോ അല്ലെങ്കിൽ വിദേശ ബന്ധം വഴിയോ ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു നേട്ടം, ഒരു പോസിറ്റീവ് ചേഞ്ച് ഈ സമയത്ത് ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. അതുപോലെ ഈ നിഗൂഢ ശാസ്ത്രമൊക്കെ അഭ്യസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഒരു ആചാര്യന്മാരുടെയൊക്കെ ഉപദേശങ്ങൾ ഒക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ്. അതേസമയം പിതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ നമ്മൾ അല്പം ശ്രദ്ധ കൊടുക്കേണ്ടുന്ന സമയമാണ്. അതുപോലെ ഈ 2, 9 ഭാവാദിനമായിട്ടുള്ള ശുക്രൻ ഇപ്പോൾ ഉച്ചസ്ഥിതനായിട്ട് നിൽക്കുന്ന സമയമാണ്. ഇപ്പോൾ പൊതുവെ 15 മുതൽ ആ ശുക്രൻ വക്രസ്ഥിതിയൊക്കെ മാറി നേർസഞ്ചാരത്തിൽ വരുന്നുണ്ട്. അപ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടം ചിലപ്പോൾ ഈ സമയത്തുണ്ടായെന്ന് വരാം. അതേസമയം സൂര്യൻ 8ലാണ് നിൽക്കുന്നത്. 12ാം ഭാവാധിപൻ എന്നുള്ള രീതിക്ക് നമുക്ക് ഒരു ധനച്ചെലവ്, നമ്മൾ പ്രതീക്ഷിക്കാത്ത ചെലവുകളൊക്കെ ഈ സമയത്ത് വന്നുവിടുന്നതിനും സാധ്യതയുണ്ട്. അതുപോലെ കുടുംബ അംഗങ്ങൾക്കിടയിൽ എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ, ഐക്യക്കുറവിനൊക്കെ സാധ്യത കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ആ 2ാം ഭാവരാശിയിലേക്ക് ആ സൂര്യൻ്റെ നീചദൃഷ്ടിയൊക്കെ ഉള്ള സമയമാണ്. അപ്പോൾ അവിടെ ഒരു കെയർ വേണം. അപ്പോൾ എന്ത് കാര്യമായാലും നമ്മൾ കഴിവതും അത് രഹസ്യമായിട്ട് വയ്ക്കാതെ മറ്റുള്ളവരുമായിട്ടൊക്കെ ഷെയർ ചെയ്ത് പോകാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവരുമായിട്ടൊക്കെ ഷെയർ ചെയ്യുമ്പോൾ അതിനൊരു പരിഹാര മാർഗങ്ങളൊക്കെ അവരിൽ നിന്നൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അതേസമയം നമ്മൾ ബേർഡായിട്ടുള്ള കമ്പനിയിൽ പെടാതെയൊക്കെ നോക്കണം. ഒരു ആത്മീയ ചിന്ത കൂട്ടുന്നത് വളരെ നല്ലതാണ്. എന്ത് പ്രശ്നങ്ങളും തരണം ചെയ്യുന്നതിന് ആത്മീയമായിട്ടുള്ള ഒരു ഫോക്കസ്, ശ്രദ്ധ ഈ സമയത്ത് കൊടുത്തു പോകുന്നത് ഈ കൂറുകാർക്ക് ഗുണാനുഭവം ഉണ്ടാക്കും എന്ന് തന്നെ പറയാം. ഇനി തുലാക്കൂറുകാർക്കും തുലാലഗ്നക്കാർക്കും ഈ മേട രവി സംക്രമം എന്ത് ഗുണാനുഭവം അല്ലെങ്കിൽ ദോഷാനുഭവം ഉണ്ടാക്കും എന്ന് നോക്കാം. ഇപ്പോൾ തുലാക്കൂറുകാരെന്ന് പറയുമ്പോൾ ചിത്തിര നക്ഷത്രത്തിൻ്റെ അവസാന 2 പാദം, ചോതി അതുപോലെ വിശാഖ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദത്തിൽ പെടുന്നവരാണ്. ഇപ്പം തുലാക്കൂറുകാർക്കും തുലാലഗ്നക്കാർക്കും ഈ സൂര്യൻ എന്ന് പറയുന്നത് 11ാം ഭാവാധിപനാണ്. അപ്പം 11ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ഏപ്രിൽ 14 അവരുടെ 7ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. 7ാം ഭാവം സൂര്യൻ്റെ ഉച്ചരാശിയാണ്. ആ 7ാം ഭാവരാശിയിൽ ഏപ്രിൽ 14 മുതൽ മെയ് 14 വരെ സൂര്യൻ 7ാം ഭാവരാശിയിൽ ഉണ്ടാകും. ഉച്ചസ്ഥിതിയിലായിരിക്കും സൂര്യൻ 7ൽ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ജന്മ ലഗ്ന രാശ്യാധിപനായിട്ടുള്ള ശുക്രനും 6ൽ ഇപ്പോൾ ഉച്ചസ്ഥിതനാണ്. 15 മുതൽ വക്രസ്ഥിതിയൊക്കെ മാറി ആ ശുക്രൻ നേർസഞ്ചാരത്തിൽ വരുന്ന സമയവും കൂടിയാണ്.
അതുപോലെ 6 ശനിയുള്ള സമയമാണ്, രാഹുവുള്ള സമയമാണ്. അപ്പം ജീവിത പങ്കാളി വഴിയൊക്കെ ഈ സാമ്പത്തിക നേട്ടത്തിന് സാധ്യതയുള്ള ഒരു സമയമായിട്ട് നമുക്ക് കാണാം. 11-ാം ഭാവാധിപൻ 7-ലാണ് വരുന്നത്. അപ്പോൾ പൊതുവേ അത് ഒരു ഗുണാനുഭവം ഉണ്ടാക്കും. അവരുടെയൊക്കെ സഹായം, ജീവിത പങ്കാളിയുടെയൊക്കെ സഹായം കൂടുന്ന സമയമാണ്. ഇപ്പോൾ കൂട്ടു ബിസിനസ്സൊക്കെ നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം, പാർട്ട്ണർഷിപ്പ് ബിസിനസ്സൊക്കെ നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ധനനേട്ടം ഉണ്ടാകും. പുത്തൻ ബിസിനസ് തുടങ്ങുന്നതിനോ അല്ലെങ്കിൽ നമ്മൾ നിലവിലുള്ള ബിസിനസ്സൊക്കെ വിപുലപ്പെടുത്തുന്നതിനോ ഒക്കെ ഈ സൂര്യൻ ഉച്ചസ്ഥിതനായിട്ട് 7-ൽ വരുന്നത് ഗുണാനുഭവം ഉണ്ടാക്കും എന്ന് തന്നെ പറയാം. ഇപ്പോൾ വിദ്യാഭ്യാസം, അതുപോലെ കൃഷി, അതുപോലെ ടീച്ചിങ്, അതുപോലെ നിഗൂഢ ശാസ്ത്രങ്ങൾ, അതുപോലെ ഈ സോളാർ എനർജിയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വർക്ക് ചെയ്യുന്നവർ, അവർക്കൊക്കെ തന്നെ ഈ സൂര്യൻ്റെ ഈ 7-ാം ഭാവരാശിയിലെ ഉച്ചസ്ഥിതി ഗുണാനുഭവം ഉണ്ടാക്കുമെന്ന് പറയാം. അതുപോലെ തന്നെ ഈ 7-ാം ഭാവം എന്ന് പറയുന്നത് ഈ 11-ാം ഭാവത്തിൻ്റെ ഭാഗ്യസ്ഥാനവും കൂടിയാണ്. 11ന്റെ ഭാഗ്യസ്ഥാനമാണ് 7-ാം ഭാവം എന്ന രീതിയിൽ നമുക്ക് ഈ ജോയിൻ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഒക്കെ നടത്തുന്നതിന് അനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഈ സമയത്ത് ഉണ്ടാകും. അതുപോലെ ഈ 7-ാം ഭാവം കർമ്മഭാവത്തിൻ്റെ 10ാം കർമ്മസ്ഥാനവും കൂടിയാണ്. അപ്പം കർമ്മഭാവത്തിൻ്റെ കർമ്മസ്ഥാനം എന്നുള്ളത് കൊണ്ട് പൊതുവേ നമുക്ക് തൊഴിലിലും ബിസിനസ്സിലും ഒക്കെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കുന്ന നേട്ടങ്ങൾ ഈ സമയത്ത് ഉണ്ടാകും എന്ന് തന്നെ പറയാം. അതേസമയം വ്യക്തി ജീവിതത്തിലും നമ്മുടെ ദാമ്പത്യ ജീവിതത്തിലും ഒക്കെ തന്നെ ഒരു ഇഗോയിസ്റ്റിക് ആയിട്ടുള്ള ബിഹേവിയർ ഉണ്ടാകാതിരിക്കാൻ ഈ കുറുകാർ ശ്രദ്ധിക്കണം. ഇപ്പോൾ ചിലപ്പോൾ ജീവിത പങ്കാളിയുമായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ തെറ്റിദ്ധാരണകൾ, അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ചിലപ്പോൾ ഈ സമയത്തുണ്ടാകാം. അതുപോലെ തന്നെ ഈ സൂര്യൻ ജന്മരാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. ഇപ്പം ജന്മരാശിയിലേക്ക് സൂര്യൻ്റെ ദൃഷ്ടി വരുമ്പോൾ നമുക്കല്പം ഓവർ അംബീഷനൊക്കെ ഉണ്ടാകാം, അല്ലെങ്കിൽ ഉയർന്ന അധികാരത്തിന് വേണ്ടിയുള്ള ഒരു ആഗ്രഹമൊക്കെ ഈ സമയത്ത് ഉണ്ടാകും. ഇപ്പോൾ ജോലിയൊക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തൊഴിലിൽ ഒരു ഉയർച്ച, അതിനുള്ള ഒരു ആഗ്രഹമൊക്കെ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതേസമയം ജന്മരാശ്യാധിപനായിട്ടുള്ള ശുക്രൻ ഉച്ചസ്ഥിതനായിട്ട് നിൽക്കുന്ന സമയമൊക്കെയാണ്. അപ്പോൾ അതുപോലെ 7-ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വയാണെങ്കിൽ നീചരാശിയിലുമാണ് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ 7-ാം ഭാവാധിപൻ നീചരാശിയിൽ വരികയും അതേസമയം സൂര്യൻ ആ 7-ാം ഭാവത്തിൽ ഉച്ചസ്ഥിതനായിട്ടൊക്കെ വരുന്ന സമയമൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഈ 7-ാം ഭാവാധിപന് നീചസ്ഥിതി വരുന്നത് കൊണ്ട് വിവാഹ ആലോചനകളൊക്കെ വരികയാണെങ്കിൽ അവിടെയൊക്കെ ഒരു കെയർ വേണം. അതുപോലെ തന്നെ എതിർ ലിംഗക്കാരുമായിട്ടുള്ള സൗഹൃദങ്ങളിലൊക്കെ ഒരു കെയർ വേണ്ടുന്ന സമയം കൂടെയാണ്. 11-ാം ഭാവാധിപൻ 7-ൽ ഉച്ചസ്ഥിതിയിൽ വരുന്നത് പ്രത്യേകിച്ച് ചിലരെ സംബന്ധിച്ചിടത്തോളം വളരെ ധനികയും തൊഴിലും ഒക്കെ ഉള്ള ബന്ധുബലമൊക്കെ ഉള്ള ഒരു ജീവിത പങ്കാളിയൊക്കെ ചിലപ്പോൾ കണ്ടെത്താൻ അത് വഴിതെളിച്ചു എന്നും വരാം. അതും ചിലർക്ക് അതിനുള്ളൊരു സാധ്യതയൊക്കെ കാണുന്നുണ്ട്. അതുപോലെ വിദേശ യാത്രകൾക്ക്, അതുപോലെ വിദേശത്ത് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക്, വിദേശ വ്യാപാരം നടത്തുന്നവർക്ക് ഒക്കെ തന്നെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. വിദേശ സാധനങ്ങളൊക്കെ സംഭരിക്കുന്നതിന്, പർച്ചേസ് ചെയ്യുന്നതിനൊക്കെ അനുകൂലമായിട്ടൊരു സമയമാണ്. ജീവിത പങ്കാളി വഴിയൊക്കെ ചിലപ്പോൾ ദൂരെ ഷോപ്പിങ്ങിനൊക്കെ പോകാനുമൊക്കെ സാധ്യതയുള്ളൊരു സമയമാണ്. അതേസമയം നമ്മൾ എതിർ ലിംഗക്കാരുടെ സൗഹൃദങ്ങളിൽ ഒരു കെയർ വേണം. എന്തെങ്കിലുമൊക്കെ അപഖ്യാതി, ഒരു അവഹേളനമൊക്കെ ചിലപ്പോൾ ഉണ്ടാകാവുന്ന സമയമാണ് എന്നുള്ളതിൽ ഒരു കരുതൽ വേണം. ചിലർക്ക് ജീവിത പങ്കാളി വഴി തൊഴിലിനും അതുവഴി അവർക്ക് നേട്ടങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. അതുപോലെ ജീവിത പങ്കാളിക്ക് തന്നെ തൊഴിലിലൊരു മേന്മയൊക്കെ ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട് എന്നും കൂടെ നമുക്ക് ഈ സൂര്യൻ്റെ രാശിമാറ്റം കൊണ്ട് പ്രതീക്ഷിക്കാം. ഇനി വൃശ്ചികക്കുറുകാർക്കും വൃശ്ചിക ലഗ്നക്കാർക്കും ഈ മേട രവി സംക്രമം എന്ത് ഗുണാനുഭവം ഉണ്ടാക്കും നോക്കാം. വൃശ്ചികക്കുറുകാരെന്ന് പറയുമ്പം വിശാഖം നക്ഷത്രത്തിൻ്റെ അവസാന പാദം, അതുപോലെ അനിഴം തൃക്കേട്ട നക്ഷത്രക്കാരെയാണ്. ഇപ്പോൾ വൃശ്ചികക്കുറുകാർക്കും വൃശ്ചിക ലഗ്നക്കാർക്കും കർമ്മ ഭാവാധിപനാണ് സൂര്യൻ. ആ സൂര്യൻ ഏപ്രിൽ 14 6-ാം ഭാവരാശിയിലേക്കാണ്, സൂര്യൻ്റെ ഉച്ചരാശിയിലേക്കാണ് രാശി മാറുന്നത്. മെയ് 14 വരെ, ഏപ്രിൽ 14 6-ാം ഭാവരാശിയിൽ വരുന്ന സൂര്യൻ മെയ് 14 വരെ ആ 6-ാം ഭാവരാശിയിൽ ഉച്ചസ്ഥിതനായിരിക്കും. അപ്പോൾ ഈ തൊഴിലന്വേഷകർക്ക്, പ്രത്യേകിച്ച് 11-ാം കർമ്മഭാവാധിപനായിട്ടുള്ള സൂര്യൻ ഈ 6-ൽ ഉച്ചസ്ഥിതനാകുക എന്ന് പറയുമ്പോൾ
തൊഴിലന്വേഷകർക്ക് വളരെ അനുകൂല സമയമാണ്. പ്രത്യേകിച്ച് ടെസ്റ്റിൽ അതുപോലെ തന്നെ ഇൻ്റർവ്യൂകളിലൊക്കെ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയുന്ന സമയമായിരിക്കും. നമുക്ക് കോമ്പറ്റിറ്റീവ് എക്സാമിനേഷനിലൊക്കെ വിജയം പ്രതീക്ഷിക്കാം. തൊഴിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. സർക്കാർ തൊഴിലിന് കാത്തിരിക്കുന്നവർക്ക് അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. ഈ രാഷ്ട്രീയ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് സ്ഥാനമാനങ്ങളൊക്കെ കിട്ടുന്നതിനൊക്കെ സാധ്യതയുള്ള സമയമാണ്. പ്രത്യേകിച്ച് പൊളിറ്റീഷ്യൻസിന് വളരെ അനുകൂല സമയമായിരിക്കും ഈ 6 സൂര്യൻ ഉച്ചസ്ഥിതനായിട്ട് വരിക വഴി ഉണ്ടാകുന്നത്. അപ്പം സർക്കാർ സർവീസിലുള്ളവർക്ക് അവരുടെ സബോർഡിനേറ്റ്സും മേലുദ്യോഗസ്ഥരും തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ നോക്കണം. കാരണം 6 ആ സൂര്യൻ വരുന്നത്. അപ്പം തൊഴിലിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പെൻഡിങ് ജോലികൾ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്തു തീർക്കുന്നതിനൊക്കെ ഒരു ശ്രമം, അതിനൊക്കെ കഴിയും. ആത്മവിശ്വാസമൊക്കെ കൂടുന്ന സമയമാണ്. തൊഴിലിടത്ത് എന്ത് ചലഞ്ചസ് ഉണ്ടായാലും ആ ചലഞ്ചസൊക്കെ തരണം ചെയ്യുവാനുള്ള ഒരു പ്രാപ്തി, ഒരു കഴിവ് ഈ സമയത്ത് ഈ വൃശ്ചികക്കൂറുകാർക്കും വൃശ്ചിക ലഗ്നക്കാർക്കും ഉണ്ടാകും. അതുപോലെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും വ്യവഹാരങ്ങൾ, എന്തെങ്കിലും കേസുകൾ ഇപ്പം നിലവിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കേസിലൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു വിധി ഈ കൂറുകാർക്ക് പ്രതീക്ഷിക്കാം. കടബാധ്യതയുള്ളവർക്ക് കടബാധ്യത കുറയ്ക്കാനുള്ള ശ്രമങ്ങൾ ഈ സമയത്തുണ്ടാകും. അതിനുള്ള മാർഗങ്ങൾ കണ്ടെത്തും. 6ാം ഭാവം കർമ്മഭാവത്തിൻ്റെ ഭാഗ്യസ്ഥാനമായതുകൊണ്ട് പ്രത്യേകിച്ച് തൊഴിലിൽ ഒരു ഭാഗ്യ അനുഭവം, ഭാഗ്യ നേട്ടങ്ങൾ, സ്ഥാനക്കയറ്റം, അപ്രതീക്ഷിതമായിട്ടുള്ളൊരു നേട്ടമൊക്കെ ഈ തൊഴിലിടത്തുണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഈ നീതിന്യായ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക്, ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക്, അതുപോലെ മറ്റ് സേവന അധിഷ്ഠിത മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക്, തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ഒക്കെ തന്നെ വളരെ അനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷം ആ സൂര്യൻ്റെ 6ാം ഭാവരാശിയിൽ ഉച്ചസ്ഥിതനായിട്ട് വരിക വഴിയുണ്ട്. പ്രത്യേകിച്ച് കർമ്മഭാവാധിപനാണ് 6 ഉച്ചസ്ഥിതനാകുന്നത്. അപ്പം കർമ്മ മേഖലയിൽ അവർക്ക് ശോഭിക്കാൻ കഴിയുന്ന സമയമായിരിക്കും. അപ്പം സൂര്യൻ 12ാം ഭാവരാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അത് സൂര്യൻ്റെ നീച സ്ഥാനമാണ്. എങ്കിലും 12ാം ഭാവാധിപൻ ഉച്ചസ്ഥനായിട്ട് നിൽക്കുന്ന സമയവും കൂടെയാണ് എന്നുള്ളത് കൊണ്ട് ഈ വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷണമൊക്കെ ഉണ്ടാകാം. പക്ഷേ വിദേശത്തൊക്കെ തൊഴിൽ ചെയ്യുന്നവർക്ക് അല്പം ഹാർഡ് വർക്കൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് വേണ്ടി വരുന്നൊരു സമയം കൂടി ആയിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ചതിയിലൊക്കെ പെടാതിരിക്കാനും ഒക്കെ ഒരു ശ്രദ്ധ വേണം. അതുപോലെ പണസംബന്ധമായ കാര്യങ്ങളിലൊക്കെ നമ്മൾ ഒരു കെയർ വേണം. പണം കടം കൊടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അതിന് വളരെ ശ്രദ്ധിച്ച് അതിന് വേണ്ടുന്ന ഈടും മറ്റു കാര്യങ്ങളും അതിൻ്റെ സെക്യൂരിറ്റിയൊക്കെ കൈവരിച്ചതിന് ശേഷം വേണം അത്തരത്തിലുള്ള ഈ പണം കടം കൊടുക്കലിലേക്ക് അവർ പോകേണ്ടത്. അപ്പോൾ അതുപോലെ മറ്റുള്ളവർക്കായിട്ടൊക്കെ ഈ വായ്പയൊക്കെ കിട്ടുന്നതിന് വേണ്ടി ചിലപ്പോൾ ജാമ്യമൊക്കെ നിൽക്കാനൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് ശ്രമം ഉണ്ടാകും. അപ്പോൾ അത്തരക്കാർ അതിലൊക്കെ ഒരു ശ്രമം വേണം. കാരണം നമ്മൾ ആർക്കാണ് ജാമ്യം നിൽക്കുന്നത്, അവർ കറക്റ്റായിട്ട് സമയം പണം തിരിച്ചടയ്ക്കുമോ, ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു വേണം അവർക്ക് ജാമ്യമൊക്കെ നിൽക്കേണ്ടത്. അപ്പോൾ ചിലവൊക്കെ കൂടാവുന്ന ഒരു സമയവും കൂടെയാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ ചിലപ്പോൾ ഉണ്ടാകാം. ഇപ്പോൾ തൊഴിലിടത്തായാലും കൂടെ വർക്ക് ചെയ്യുന്നവർക്കിടയിലൊക്കെ ചിലപ്പോൾ ഒരു അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ആ അഭിപ്രായ വ്യത്യാസങ്ങൾ വലിയ തർക്കങ്ങളിലേക്കൊക്കെ പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ നമുക്ക് ഏത് തരത്തിലുള്ള വ്യവഹാരങ്ങൾ ഇപ്പം നടക്കുന്നുവെങ്കിലും തീർച്ചയായിട്ടും അതൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഈ സൂര്യൻ്റെ 6ാം ഭാവരാശിയിലെ ഉച്ചസ്ഥിതി കൊണ്ടുണ്ടാകും. ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് മുക്തി ഉണ്ടാകും. അതിനൊക്കെ അനുകൂലമായ സമയമാണ്. അപ്പോൾ പൊതുവേ നമുക്ക് ഈ വ്യക്തിബന്ധങ്ങളെ പ്രതികൂലമാകത്തക്ക രീതിയിലുള്ള ഒരു 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 കമ്മ്യൂണിക്കേഷൻ ഇവരുടെ ഭാഗത്ത് ഈ സമയത്ത് ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.